ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ ഭൂമിക്ക് കൃത്യമായ രേഖ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. 9 വർഷത്തിനിടെ സംസ്ഥാനത്ത് 4,90,056 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ കേരളപ്പിറവി മുതൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് അവതരിപ്പിക്കും. വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും വിശദാംശങ്ങൾ QR കോഡും 10 അക്ക നമ്പറും സഹിതം ഒരു ഡിജിറ്റൽ കാർഡായി ലഭ്യമാക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ 4 ലക്ഷത്തിലധികം പേർക്ക് ഭൂമിയുടെ അവകാശം ലഭിച്ചത് റവന്യൂ വകുപ്പ് നടപ്പാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഫലമാണെന്ന് മന്ത്രി അവകാശപ്പെട്ടു. ജില്ലയിലെ 10 വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 വർഷക്കാലയളവിൽ മാത്രം 2,23,945 പട്ടയങ്ങളാണ് നൽകിയത്. വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാക്കുന്ന 23 സർട്ടിഫിക്കറ്റുകളിൽ 21 എണ്ണവും ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയും. വിദേശ മലയാളികൾക്ക് അവിടെ ഇരുന്ന് തന്നെ ഭൂനികുതി അടയ്ക്കാനും ഭൂമി തരംമാറ്റാനും പേര് കൂട്ടിച്ചേർക്കാനും ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ചെയ്യാൻ കഴിയും. കേരളത്തിലെ എല്ലാ വില്ലേജുകളും 78 താലൂക്ക് ഓഫീസുകളും 14 കളക്ടറേറ്റുകളും 27 RD ഓഫീസുകളും സെക്രട്ടേറിയറ്റും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റുമെല്ലാം ഈ ഓൺലൈൻ സേവനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. വില്ലേജ് ഓഫീസുകളെ ജനാധിപത്യവൽക്കരിക്കുന്നതിനായി എല്ലാ മാസവും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുക്കുന്ന ജനകീയ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഏതെങ്കിലും തെറ്റായ പ്രവണതകളെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുള്ള ശ്രമകരമായ പ്രയത്നത്തിലാണ് വകുപ്പെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലക്കിടിപ്പേരൂർ 2, കണ്ണാടി 2, എരുത്തേമ്പതി, കാവശ്ശേരി, പെരുമാട്ടി, ചെറുപ്പുളശ്ശേരി, മലമ്പുഴ 2, ഓങ്ങല്ലൂർ, വടവന്നൂർ, ആലത്തൂർ വില്ലേജുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത്. എരുത്തേമ്പതി RJ കല്യാണ മണ്ഡപത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. LANH ഡെപ്യൂട്ടി കളക്ടർ KA റോബിൻ, എരുത്തേമ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബുരാജ്, എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RC സമ്പത് കുമാർ, ചിറ്റൂർ തഹസിൽദാർ MP ആനന്ദകുമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.